ഒരു വെയിലത്തിരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ അല്ലാത്തവരും അതുപോലെ തന്നെ പാർട്ടി ക്രമീകരിച്ച രീതിയിൽ വന്നു ചേർന്ന എല്ലാവരെയും കൊണ്ടും ഈ കൊടും വെയിലത്തെ മുദ്രാവാക്യം വിളിച്ചിട്ട് അദ്ദേഹം ചില പദ്ധതികളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയിരിക്കുകയാണ്. KC വേണുഗോപാൽ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് ഇത് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കാത്ത ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൻ്റെതായി എന്ന് പറയുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം ഇവിടെ നിന്നുണ്ടാകും എന്നുകൂടെ പ്രധാനമന്ത്രി പറയേണ്ടതായിരുന്നു എന്ന കേവലമായിട്ടുള്ള ഒരു നിരീക്ഷണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിൽ വന്ന് ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ മാമാങ്കം നടത്തി മടങ്ങിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം വന്നത് ചില കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം പൂർണ്ണമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ളതായിരുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പറന്നു വന്ന് ഡൽഹിയിലേക്ക് ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്നത്. അദ്ദേഹം ഇന്ന് വന്ന ഉടനെ തന്നെ ഒരു വലിയ സമ്മേളനം നടത്തിയത് മത്സ്യത്തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കെല്ലാം വൈകാതെ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കോടികളുടെ പദ്ധതികളെല്ലാം സർക്കാരിന്റെ പക്കലുണ്ടെന്നും അത് യഥാസമയം നടപ്പാക്കുമെന്നും ഒക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ നടത്തിയത്. ഒരു വെയിലത്തിരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ അല്ലാത്തവരും അതുപോലെ തന്നെ പാർട്ടി ക്രമീകരിച്ച രീതിയിൽ വന്നു ചേർന്ന എല്ലാവരെയും കൊണ്ടും ഈ കൊടും വെയിലത്തെ മുദ്രാവാക്യം വിളിച്ചിട്ട് അദ്ദേഹം ചില പദ്ധതികളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയിരിക്കുകയാണ്. നമുക്കറിയാം 11 വർഷത്തിലേറെയായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങളെ കുറിച്ച് അറിയാത്തവരല്ല കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും കേരളത്തിലെ പൊതുസമൂഹവും. ഇവിടെ വിഴിഞ്ഞം തുറമുഖം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻപിടുത്തത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ വളരെ വിശദമായ പഠനം നടത്തി റിപ്പോർട്ടുകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് പുറത്താകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാൻ വലിയ പദ്ധതികളൊക്കെ നടത്തുകയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ പറഞ്ഞതിന് ശേഷം ശുഷ്കാന്തി കാട്ടിയിട്ടില്ല എന്നുള്ള തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത വേളയിൽ വന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമായിട്ടുള്ളതാണ് എന്നുള്ളത് കാലം തെളിയിക്കാൻ പോവുകയാണ്. അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിന് ആവശ്യമായ നൂതന സംവിധാനങ്ങൾ ഏർപ്പെടുത്തും, അവർക്ക് വേണ്ട സഹായം നൽകും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം പോയത് ഒരു ഔദ്യോഗിക സർക്കാർ ചടങ്ങിലാണ്. അതായത് കേരളത്തിലെ ദേശീയപാത 66ന്റെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ചില റീച്ചുകൾ ഓൺലൈനിലായി പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ രണ്ടാമതായി നടന്നത്. അവിടെ അദ്ദേഹം വൻപിച്ചതായിട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും പുതിയ പുതിയ പദ്ധതികളുമൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ശതകോടികളുടെ പദ്ധതികളാണ്. എന്നാൽ ഈ പദ്ധതികളുടെ പ്രായോഗികതയെ സംബന്ധിച്ചൊക്കെ ഉത്തരവാദപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന നിരീക്ഷണം വളരെ ഗൗരവമുള്ളതാണ്. അഖിലേന്ത്യാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള പാർലമെന്റ് അംഗം കൂടിയായ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത് ഇത് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കാത്ത ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത 66ന്റെ പണി ഒരിടത്തും പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. ഒരിടത്ത് പൂർത്തീകരിക്കുമ്പോൾ മറ്റൊരിടത്ത് പൂർത്തിയായ ഭാഗങ്ങൾ ഇടിഞ്ഞു താണുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ കൊട്ടിയം, ചാത്തന്നൂർ, അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തുള്ള പലയിടങ്ങളിലും യാതൊരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ചതുപ്പ് സ്ഥലങ്ങളിൽ വളരെ ലൂസായ രീതിയിൽ മണ്ണിട്ടിട്ട് അതിൽ ഈ പറയുന്ന ഉയർന്ന റോഡുകളൊക്കെ പണിയുമ്പോൾ ആ
മണ്ണെല്ലാം ഇടിഞ്ഞ് വശങ്ങളൊക്കെ താണ് വാഹന അപകടങ്ങൾ പോലും ഉണ്ടായ നിരവധി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു റോഡിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു, പദ്ധതികൾ പ്രഖ്യാപിക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചും ഒന്നും തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഇതിനകത്ത് ശതകോടികൾ, ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും കാര്യക്ഷമതയില്ലാത്തതുകൊണ്ടും ധൂർത്തിന്റെയും ഫലമായി അല്ലെങ്കിൽ ധാരാളിത്വത്തിന്റെയും ഫലമായി ഉണ്ടായ ഒരു സ്ഥിതിയാണ് എന്നുള്ള സത്യം ഇരിക്കെ കേന്ദ്ര ഗവൺമെന്റിൻ്റെതായി എന്ന് പറയുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം എവിടെ നിന്നുണ്ടാകും എന്നുകൂടെ പ്രധാനമന്ത്രി പറയേണ്ടതായിരുന്നു എന്ന കേവലമായിട്ടുള്ള ഒരു നിരീക്ഷണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. കേരളം ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള പല സഹായങ്ങളും, സാമ്പത്തിക സഹായവും തക്ക സമയത്ത് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം നിരന്തരമായി ഇവിടെ ഒന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള ആക്ഷേപം, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതത്തെ സംബന്ധിച്ചുള്ള മാറ്റം, നേരത്തെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും വഹിക്കണമെന്നുള്ളത് ഇപ്പോൾ 80% സംസ്ഥാനം വഹിക്കണമെന്ന രീതിയിലേക്കൊക്കെ അത് മാറ്റിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴും കേരളം അക്കാര്യത്തിൽ ഞെരുങ്ങുകയാണ്. ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം കേന്ദ്രത്തിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല. UGCയിൽ നിന്ന് ലഭിക്കേണ്ടതായ കേന്ദ്ര വിഹിതം തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതുപോലും തടഞ്ഞു വെച്ചിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പടിവാതിക്കൽ നിൽക്കുമ്പോൾ വൻപൻ പ്രഖ്യാപനങ്ങൾ നടത്തി സാമ്പത്തിക സഹായം എങ്ങനെ ചെയ്യുമെന്നൊന്നും വെളിപ്പെടുത്താതെ, അതിന്റെ സ്രോതസ്സുകളെ വെളിപ്പെടുത്താതെ മടങ്ങിപ്പോകുന്നത് ഒരു തരത്തിൽ വളരെ വില കുറഞ്ഞ ഒരു പ്രചാരണ തന്ത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ശക്തമായി ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സ്ഥിതി അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു നിരീക്ഷണമാണ്. പദ്ധതികളുടെ അഭാവമല്ല, പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി സ്ഥലമെടുക്കുക എന്നുള്ളതാണ്. ദേശീയപാതയുടെ വികസനം തന്നെ ഇത്രയും കാലവിളംബം ഉണ്ടായത് വേണ്ട രീതിയിൽ സ്ഥലമെടുത്ത് കൊടുക്കുന്നതിന് കാര്യക്ഷമതയില്ലാതെ സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിച്ചു. സ്ഥലത്തിന്റെ ലഭ്യതയില്ലായ്മ, അതിനു വേണ്ടി വരുന്നതായിട്ടുള്ള ശതകോടികളുടെ ചിലവ്, ഇതൊന്നും വഹിക്കാൻ സാമ്പത്തികമായുള്ള പ്രാപ്തിക്കുറവ്, അത് സംസ്ഥാന ഗവൺമെന്റിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ട തരത്തിൽ പദ്ധതി വിഹിതം വിനിയോഗിക്കാൻ കഴിയാതിരുന്നത്, അതുപോലെ തന്നെ നികുതിയിലുള്ള കുടിശ്ശിക പിരിച്ചെടുക്കാതെ ഈ സാമ്പത്തിക സ്ഥിതി ഈ രീതിയിലാക്കി. അങ്ങനെ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ ഫെഡറൽ തത്വങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിറ്റമ നയത്തിന്റെയും ഫലമായിട്ടാണ് ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പരിഹാരം എന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇലക്ഷൻ എടുത്ത സമയത്ത് 10 വോട്ട് കിട്ടാൻ സാധിക്കുമോ എന്ന് BJPയുടെ അഭിമാന പ്രശ്നമായി. കാരണം കേരളത്തിലെ നിയമസഭയിൽ ഇതുവരെ ഇത്രയും കാലത്തിനിടയിൽ ഒരു MLA മാത്രമേ BJPക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പ്രാവശ്യം ആ സംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ചില പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് ആളുകളെ കൈവശപ്പെടുത്താം, സ്വാധീനിക്കാം എന്നൊക്കെയുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഈ കോടികളുടെ പ്രസ്താവന നടത്തിയിട്ട് പോയിരിക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞ പോലെ പൂർണ്ണമാകാത്ത പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ പദ്ധതികൾക്കുള്ള സാമ്പത്തിക സഹായം, സാമ്പത്തിക സ്രോതസ്സുകളും പ്രഖ്യാപിക്കേണ്ടതാണ്. അത് വാഗ്ദാനം ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇത് ആരുടെയും സ്വന്തം പണമല്ല, നികുതിദായകന്റെ പണമാണ്. ഇവിടെ നിന്ന് പിരിക്കുന്നതായിട്ടുള്ള നികുതിയിൽ നല്ല ഭാഗം കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചെടുക്കുമ്പോൾ സാമാന്യ ഒരു ബോധം അനുസരിച്ചും സാമാന്യ യുക്തി അനുസരിച്ചും ഒരു രാഷ്ട്രീയ മര്യാദ അനുസരിച്ചും കേരളത്തിന്റെ പദ്ധതികളിൽ പണം ചെലവഴിക്കേണ്ട അനിവാര്യതയുണ്ട്. ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന
പല റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമൊക്കെ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. ഉദാഹരണമായി തിരുവനന്തപുരത്തിന്റെ തെക്ക് തിരുവനന്തപുരം സൗത്ത് എന്ന പേരിൽ പുതിയതായി അറിയപ്പെടുന്ന നേമം റെയിൽവേ സ്റ്റേഷന്റെ 2ാം ഘട്ട വികസനം ഇപ്പോൾ മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഇവിടെ വന്ന രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഇവിടെ കോടികളുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് അശാസ്ത്രീയമാണ്. അത് വെറും വില കുറഞ്ഞ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനും കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ അവിടുത്തെ ആ ഉദ്ഘാടന ചടങ്ങ് തന്നെ അലങ്കോലപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധികളൊക്കെ ആ ചടങ്ങ് ബഹിഷ്കരിച്ചു. അതിനേക്കാൾ വളരെ വിചിത്രമായി സമാന്തരമായ ഉദ്ഘാടനം സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി മലബാറിൽ എവിടെയോ ഏതൊക്കെയോ സ്ഥലത്ത് പോയി നടത്തുന്നു. അങ്ങനെ ആകെ കൂടെ ഒരു അലങ്കോലപ്പെട്ട രീതിയിലാണ് ഇന്നത്തെ ഉദ്ഘാടന മഹാമഹം നടന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് രാഷ്ട്രീയ പ്രചരണം തന്നെ ആയിരുന്നുവെന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പദ്ധതികളൊന്നും പ്രായോഗികമായി നടപ്പാക്കാൻ അനധിവിദൂര ഭാവിയിൽ സാധ്യമാകുമെന്ന് കരുതേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണമാണ് യാഥാർത്ഥ്യവുമായി നിരക്കുന്നത് എന്ന് തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ.